നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോ നസാരിയോ രണ്ട് ക്ലബ്ബുകളുടെ ഉടമസ്ഥനാണ്. നമുക്കറിയാം, ബ്രസീലിയൻ ക്ലബ്ബായ ക്രുസൈറോ, അതുപോലെ തന്നെ സ്പാനിഷ് ക്ലബ്ബായ റയൽ വല്ലഡോലിഡ് എന്നിവയുടെ ഉടമസ്ഥനാണ് റൊണാൾഡോ നസാരിയോ. ഇദ്ദേഹം 2018 ഈ ഒരു സ്പാനിഷ് ക്ലബിനെ ഏറ്റെടുത്തത്. പിന്നീട് 2021 ബ്രസീലിയൻ ക്ലബ്ബായ ക്രുസൈറോയെ അദ്ദേഹം ഏറ്റെടുത്തത്. ക്ലബ്ബ് കടക്കണിയിൽ മുങ്ങിയപ്പോൾ ക്ലബിനെ സഹായിക്കാൻ വേണ്ടി റൊണാൾഡോ നസാരിയോ ഈ ഒരു ക്ലബിന്റെ ഓഹരി വാങ്ങുകയായിരുന്നു. എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ അത്ര നല്ല രൂപത്തിലല്ല മുന്നോട്ട് പോകുന്നത്. എന്തെന്നാൽ ആരാധകരിൽ നിന്നും വലിയ വിമർശനങ്ങൾ റൊണാൾഡോക്ക് ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഈ രണ്ട് ക്ലബ്ബുകളുടെ ആരാധകരും റൊണാൾഡോക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ക്ലബ്ബ് പ്രതീക്ഷക്കൊത്ത പ്രകടനം നടത്തുന്നില്ല, കൂടാതെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല എന്നീ കാരണങ്ങൾ കൊണ്ടാണ് ആരാധകർ ഈ ബ്രസീലിയൻ ഇതിഹാസത്തിനെതിരെ തിരിഞ്ഞിട്ടുള്ളത്. ക്രുസൈറോ ആരാധകരാണ് പ്രധാനമായും ഇദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്രുസൈറോ എന്ന ക്ലബിന്റെ വിൽപ്പന ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. $78 മില്യൺ റൊണാൾഡോ ഈ ക്ലബിനെ വാങ്ങിയിരുന്നത്. അത് അദ്ദേഹം ഇപ്പോൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. $117 മില്യൺ ക്ലബ്ബ് ഇപ്പോൾ മറ്റൊരാൾക്ക് റൊണാൾഡോ കൈമാറിയിട്ടുള്ളത് എന്നാണ് ESPN ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വിൽക്കാൻ തീരുമാനിച്ച വിവരം, അല്ലെങ്കിൽ ക്ലബ്ബ് കൈമാറിയ വിവരം റൊണാൾഡോ പ്രസ് കോൺഫറൻസിലൂടെ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, സ്പാനിഷ് ക്ലബ്ബായ റയൽ വല്ലഡോലിഡിനെയും അദ്ദേഹം വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അതിന്റെ ഒരു വിൽപ്പന നടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 51% ഓഹരിയാണ് റൊണാൾഡോ ഈ ഒരു സ്പാനിഷ് ക്ലബിൻ്റെത് സ്വന്തമാക്കിയിരുന്നത്. നിലവിൽ ലാലിഗ 2 ഈ ക്ലബ്ബ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഡിവിഷനിൽ 2ാം സ്ഥാനത്താണ് ഇപ്പോൾ റൊണാൾഡോയുടെ ഈ ഒരു ക്ലബ്ബ് ഉള്ളത്. അതേസമയം ക്രുസൈറോ ബ്രസീലിലെ ഫസ്റ്റ് ഡിവിഷനിൽ തന്നെയാണ് ഉള്ളത്. എന്നാൽ ടീമിന്റെ പ്രകടനത്തിൽ ആരാധകർ സംതൃപ്തരായിരുന്നില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.